അപ്പൊ ഞാനിങ്ങനെ ആവാൻ കാരണം എന്താണ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു എന്ന് വിചാരിക്കുക. പബ്ലിക്കായിട്ട് ചോദിക്കണ്ട. കുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കുക, താൻ എന്താടോ ഇങ്ങനെ ആയേന്ന്. വാതിലടച്ച്. അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് വിചാരിക്കും. അപ്പൊ യഥാർത്ഥത്തില് മഹാഭാരത യുദ്ധം എല്ലാം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ് ഓരോരുത്തർ മരിച്ചു വീഴുമ്പോ ദുര്യോധനൻ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ട് രാത്രി ആരും കാണാതെ ഒരു വരി പറയുന്നുണ്ട്. എന്താ ദുര്യോധനൻ പറഞ്ഞ വരി? ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നചമേ നിവൃത്തി, കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയോജയതി തഥാ കരോമി. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സന്ദേശമാണ്. കരഞ്ഞുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞത് എന്താ അറിയാമോ? ഈശ്വര, ധർമ്മം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ധർമ്മം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ആ ധർമ്മമൊന്നും ഞാൻ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എന്നും എനിക്കറിയാം. അധർമ്മം എന്താണെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം. അധർമ്മമല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നും എനിക്കറിയാം. അപ്പൊ ധർമ്മം എന്താണെന്ന് എനിക്കറിയാം, അതെന്റെ പ്രവൃത്തിയിലില്ല. അധർമ്മം എന്താണെന്ന് എനിക്കറിയാം, അത് നിവൃത്തികേടുകൊണ്ട് ഞാൻ ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ? ഏതോ ഒരു ചൈതന്യം, കേനാപി ദേവേന ഹൃദിസ്ഥിതേന, ഏതോ ഒരു ചൈതന്യം എന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നത് കൊണ്ട് ഞാനിതെല്ലാം ചെയ്യുന്നു ഈശ്വര എന്ന് ദുര്യോധനൻ പറഞ്ഞതുപോലെ നമ്മൾ പലരും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ നന്മകള് ആസ്വദിക്കാൻ പാകത്തിനുള്ളൊരു വീട്ടിൽ ജനിക്കുന്നത് പോലെ നമ്മൾ ചെയ്തു കൂട്ടിയത് തിന്മകളാണെങ്കിൽ അതും അനുഭവിച്ചു തീർക്കാൻ പറ്റിയ ഒരു ശരീരവുമായിട്ട് നമ്മൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചിത കർമ്മത്തില് വലുതായിട്ട് മാറ്റം വരുത്താൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നല്ലതാക്കി തീർക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ജനിച്ചത് മുതൽക്ക് ഇന്നലെ വരെ ചെയ്ത കർമ്മത്തിനൊരു പേരുണ്ട്, ആർജിത കർമ്മം, അക്വയേർഡ് കർമ്മം. ഈ ജന്മത്തിൽ ഇതുവരെ ചെയ്തത് ആർജിത കർമ്മം. ഈ ആർജിത കർമ്മത്തിന്റെ നന്മകള് നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്.